ഒരു സംശയം. ഈ സംശയമുണ്ടാകാനുള്ളൊരു കാരണം ഇന്നത്തെ ഒരു പത്രത്തിൽ 3 പേജിലായിട്ട് വന്ന 3 വാർത്തകൾ ആണ് ഈ സംശയം ഉണ്ടായത്. മാതൃഭൂമി പത്രത്തിൻ്റെ അവസാനത്തെ പേജിൽ ഒരു പരസ്യമുണ്ട്. അത് 23 ബാങ്ക് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് നൽകി ആ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംഭാവന ചെയ്യുക എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം മാത്രമല്ലേ നൽകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം. അതിന് 23 ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നൽകി ഉള്ള ഒരു അഭ്യർത്ഥനയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വയനാടിന് വേണ്ടി ഒരുമിക്കാം. ഇത് വയനാടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സംശയം, ഈ 23 അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കഴിഞ്ഞാൽ ആ പണം മുഴുവൻ വയനാടിന് വേണ്ടി ആയിരിക്കുമോ ചെലവഴിക്കുക? അതൊരു സംശയമാണ്. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ വേറൊരു സംശയം. ആ സംശയം ഉണ്ടായതിൻ്റെ കാരണം, വയനാട്ടിലെ 2019 ഒരു ഇതുപോലെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. കുറേ പേര് മരിച്ചു, കുറേ പേരുടെ വീട് പോയി. അപ്പോൾ അതിനുശേഷം അതിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് 2 കോടി രൂപ മുടക്കി 7 ഏക്കർ സ്ഥലം വാങ്ങി സർക്കാരിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അത് സർക്കാരിന് നൽകി. അപ്പോൾ വയനാട്ടിലെ 2019 ഉരുൾപൊട്ടലിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നല്ല ആ സ്ഥലം വാങ്ങിക്കാൻ പൈസ മുടക്കിയത് പകരം മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് 2 കോടി രൂപ അവരുടെ പൈസ എടുത്ത് സർക്കാരിൻ്റെ പേരിൽ സ്ഥലം വാങ്ങിച്ചു നൽകി. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് അവരതിൻ്റെ രൂപകൽപ്പന നടത്തി, ഒരു ടൗൺഷിപ്പ് പോലെ രൂപകൽപ്പന നടത്തി. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഡിസൈന്, അതിനുശേഷം അതിൻ്റെ മോണിറ്ററിങ്, അത് ഓരോ സ്റ്റേജിലും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ആർക്കിടെക്ട്സാണ് നടത്തിയത്. അതിൻ്റെ കൂടെ ഒരു ഏകദേശം 50ഓളം വീടുകൾ അവിടെ പണിത് നല്ല ഡിസൈനാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്ത് അവരുടെ മേൽനോട്ടത്തിലും അവരുടെ നിരീക്ഷണത്തിലുമൊക്കെ പണിതായതുകൊണ്ട് നല്ല ടൗൺഷിപ്പ്. അവിടെ മനുഷ്യർക്ക് ഉല്ലാസത്തിനും കൃഷിക്കും എല്ലാ പരിപാടികളൊക്കെ കൂടിയതാണ്. അപ്പോൾ അതിന് കൂടെ തന്നെ അന്നത്തെ കളക്ടറായിരുന്ന ശ്രീമതി അദീല അബ്ദുള്ള പറയുന്നു, ഈ മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ സ്ഥലത്ത് ഈ ഒരു ഉരുൾപൊട്ടലിലെ പുനരധിവാസം സാധ്യമായത് കുറേയധികം സന്നദ്ധ സംഘടനകൾ സഹായിച്ചു, അതുപോലെ കുറേയധികം മനുഷ്യർ സഹായിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീട് വെക്കലും ഈ പുനരധിവാസവും. ഇപ്പോൾ ആ ഉരുൾപൊട്ടലിൽ വീട് പോയവരൊക്കെ ഇവിടെ താമസിക്കുന്നു എന്നുമാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു പേജിലെ ഒരു വാർത്തയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെപ്പറ്റി അഭിപ്രായം പറഞ്ഞവരുടെ പേരിൽ 14 കേസുകൾ പോലീസ് എടുത്തിരിക്കുന്നു. അപ്പം എൻ്റെ സംശയം വീണ്ടും ബലപ്പെട്ടു. ഈ 2019 ഉരുൾപൊട്ടലിൻ്റെ പുനരധിവാസം കളക്ടർ പറഞ്ഞത് ശരിയാണെങ്കിൽ മാതൃഭൂമി ട്രസ്റ്റ് സ്ഥലം വാങ്ങിക്കാൻ പൈസ മുടക്കി. അത് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആണ്. അതിനുശേഷം കുറേയധികം സന്നദ്ധ സംഘടനകൾ സഹായിച്ചു, ആളുകൾ സഹായിച്ചു എന്ന് കളക്ടർ പറയുന്നു. സംശയം വീണ്ടും ബലപ്പെട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും.